ഈ പെണ്ണ് കുളി കഴിഞ്ഞ് ഇതുവരെ എത്തിയില്ലേ? ഒന്നിങ്ങോട്ട് വെക്ക, ഒന്നങ്ങോട്ട്. അമ്മായി കരശിവങ്ങ എത്താറായി. ശാലിനി എടുത്ത് എവിടെ? ഈ പെണ്ണ് ശാലിനി, ശാലിനി. കലശിവങ്ങ എത്തി. അശ്രീകരം പിടിച്ചവിടെ അമ്പലനടയിൽ കൂത്തിനെ കൊണ്ടിറക്കി അന്ന് മുതൽ ഞാൻ പറഞ്ഞു തുടങ്ങിയതാ മേലെടുത്ത ഭഗവതിയുടെ പരിഭാവനതയിൽ തൊട്ടുള്ള കളിയാണെന്ന്. ഇപ്പൊ എന്തുണ്ടായി? നശൂരം പിടിച്ചോണ്ട് വിരല് തൊട്ടപ്പോ തന്നെ കലിശായില്ലേ? പിന്നെ
പിന്നെ തിരുമേനി എന്തെങ്കിലും ഒന്ന് പറയാ. പുരുഷാരം ക്ഷുഭിതമാകുമ്പോൾ സന്യാസി കൂടുതൽ നിശബ്ദനാവുകയല്ലേ ഭംഗി? എന്തിനും ഒരു പരിഹാര കർമ്മം ഉണ്ടാവില്ലേ തിരുമേനി? ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്യാം. കൂത്തുകാരെയും കൂട്ടരെയും പിടിച്ച് തലമുണ്ടനം ചെയ്ത് ചുണ്ണാമ്പ് വെച്ച് ചെണ്ട ഒട്ടിച്ച് പുഴ എടുക്കുക. അങ്ങനെ തന്നെ അലസവശത്തമാക്കി നാട് പിടിക്കാമെന്നുള്ള വിടരുത്. എന്നാലും ഒന്ന് കാണണം. നടക്കാന്ന് പറഞ്ഞ് ഒറ്റ വയ്ക്കണ്ട. തെക്കുംപുറത്തേരെ അമ്പലപ്പറമ്പിൽ കയറിയാലേ കാലി ഞങ്ങൾ തല്ലി പിടിക്കും. കയ്യബദ്ധത്തിന്റെ പേരും പറഞ്ഞ് തെക്കമ്പുറത്തുകാരെ മുഴുവൻ അങ്ങ് തട്ടിക്കളയാമെന്നാണ് വടക്കമ്പുറത്തുകാരുടെ വിചാരമെങ്കിലേ ആ വിചാരം അങ്ങ് മറ്റിന്റെ വെളി വെച്ചിരുന്നാ മതി. തല്ലാനും കൊല്ലാനും ഒക്കെ ഞാൻ കഴിയടാ. ഗീതയിൽ പറയുന്നുണ്ട്, ക്രോധാത് ഭവതി സമ്മോഹ. ക്രോധം നിമിത്തം കാര്യാകാര്യ വിവേകമില്ലായ്മ എന്ന സമ്മോഹം സംഭവിക്കുന്നു. ഇവിടെയും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. അമ്മേ ഭഗവതി, എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ലല്ലോ. അമ്മേ, പാതിരാക്കെല്ലാം കെട്ടിപ്പറക്കി ഓടാനും മാത്രം നമ്മൾ എന്ത് തെറ്റാ ചെയ്തേ? കലശം വീണന് വേറെന്തെങ്കിലും കാരണം ഉണ്ടാവും. എന്റെ ഇന്നൊരു പിഴയും പറ്റിയിട്ടില്ല, ഉറപ്പാ. മോളെ, വാദിച്ച് നിൽക്കേണ്ട സമയമല്ലത്. ആളുകൾ ഭ്രാന്തളകി നിൽക്കുക. അവരെ കൈ കിട്ടിയ കുഞ്ഞിനെ നമ്മൾ ആരും ബാക്കിണ്ടാവില്ല. ഭ്രാന്ത് ആളുകൾക്കല്ലേ, ദേവി നമ്മളെ രക്ഷിക്കും. ഞാൻ എന്താ ചെയ്യേണ്ട ഭഗവതി? പേടിയുള്ളവർക്ക് പോകാം, നിൽക്കുന്നവർക്ക് നിൽക്കാം. എന്തായാലും ജയദേവൻ സാറല്ലാതെ ഞാനില്ല. നമ്മൾ ആണുങ്ങൾക്ക് മുങ്ങാം. അതുപോലാണോ പ്രഭയുടെ അമ്മയുടെ സ്ഥിതി? ആൾക്കാർ വെട്ടുകത്തിയും വടിവാളുമായിട്ട് നിൽക്കുകയാണ്. എന്ത് സംഭവിക്കാം? എന്തായാലും പോക്കരത്തിനും കാണിക്കുന്നവരെ പിടിച്ച് 4 പിടഞ്ഞാൻ പടയ്ക്കും. പിന്നെ എന്നെ വേണമെങ്കിൽ തല്ലി കൊന്നോട്ടെ. DKP സാറിന്റെ പരിപാടി എന്താ? എന്തായാലും 11 ദിവസം അവിടെ നിന്നതല്ലേ. ജയദേവൻ സാറിന്റെ ചോറ് നിന്നുണ്ട്. അങ്ങനെ അങ്ങോട്ട് ഓടാൻ പോകുന്നില്ല. പിന്നെ വിധി പോലെ വരട്ടെ. എനിക്കിത് മുമ്പേ അറിയാം. നമ്മുടെ ട്രൂപ്പിലെ അംഗങ്ങൾ എല്ലാവരും ഹീറോമാരായി ഒരു സൂപ്പർ സ്റ്റാർ ഫിലിം പോലെ കാര്യങ്ങളൊന്ന് ഭവിക്കുമെന്ന്. വെടിയെങ്കിൽ വെടി, വടിയെങ്കിൽ വടി. എന്തിന് ഏതിന് മനോജ് കുമാർ റെഡി. നിങ്ങൾ ആരെങ്കിലും എന്നോടൊപ്പം നിൽക്കാൻ തയ്യാറാണോ? എന്റെ ഭഗവതി, കട മുഴുവനും അവന്മാരെ കാലിയാക്കിയല്ലോ. എടി കല്യാണി, ഇവിടെ ഇപ്പൊ അടിയും വെട്ടും കുത്തൊക്കെ നടക്കുന്ന തോന്നണേ. പക്ഷെ പകലായിരുന്നു വല്ല മരക്കൊമ്പിലും കയറിയിരുന്ന് കാണാമായിരുന്നു. തല പോകണ്ടെങ്കിൽ വല്ല കാളവണ്ടിയും പിടിച്ചോണ്ട് വന്ന് സാധനങ്ങളൊക്കെ കെട്ടിപ്പിറക്കി വല്ല വിധനെ അക്കരെ കടക്കാൻ നോക്കണ്ട മനുഷ്യനെ. ഇന്നെ പോലീസ് വരുമോ? ഇങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു. പണ്ട് ഇതുപോലൊരു ഉത്സവത്തിന് ഇവന്മാര് തമ്മിൽ തല്ലിയതും നമ്മൾ രണ്ടുപേരും പേടിച്ച് ചാമ്പക്കൂനെ കയറി കിടന്നതൊക്കെ അങ്ങ് മറന്നോ? ഇതിപ്പോ അന്നത്തെക്കാളും ഭയങ്കരമായിരിക്കും തോന്നുന്നു. എന്നാ പിന്നെ പോലീസ് വന്നത് തന്നെ. അയ്യ, പോലീസ്! അയ്യോ, പെണ്ണെന്തിയേ?